അങ്ങനെ കുറേ നാൾക്ക് ശേഷം മലയാളി മുടി വെട്ടി. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും പറയുന്ന പോലെ തന്നെ കുറേ നാൾക്ക് ശേഷം വീണ്ടും വ്ളോഗ് ചെയ്യാണ്. കുറേ കാരണങ്ങളാൽ വ്ളോഗ് ചെയ്യാൻ പറ്റാത്തതാണ്. പക്ഷെ ഞാനൊരു 365 ഡേയ്സിൻ്റെ ഷോർട്സ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. 81 ഡേയ്സായി. അതിൻ്റെ ഇടയിൽ ഒരു 45 ഡേയ്സിൻ്റെ വീഡിയോ ഞാൻ ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വെയ്റ്റ് ലോസ് ആയിട്ടുണ്ട്, ഫാറ്റ് ലോസ് ചെയ്തിട്ടുണ്ട്. സോ ആ വീഡിയോ കാണുക. അതുകൊണ്ട് 9 PM to 9:30 PM അകത്ത് എല്ലാ ദിവസവും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഡെയിലി. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഡെയിലി വ്ളോഗും കൺസിസ്റ്റൻ്റ് ആയിട്ട് വരും. സ്റ്റേ ട്യൂൺ. ഒരുപാട് പോഡ്കാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യണമുണ്ട്. പിന്നെ കുറേ വർക്കൗട്ടും കാര്യങ്ങളും വേറെ ആൾക്കാരോട് വർക്കൗട്ട് ചെയ്യണം എന്നുള്ളൊരു പ്രോഗ്രാമൊക്കെ ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളും എന്നോടൊപ്പം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ഇന്ന് 24 hours ഫാസ്റ്റിംഗ് ആണ്. ലാസ്റ്റ് നൈറ്റ് ഞാൻ ഫാസ്റ്റ് ചെയ്തത് ഡിന്നർ ഫിനിഷ് ചെയ്തത് ഒരു 11 മണിക്കാണ്. സോ ഇന്ന് നൈറ്റ് 11 മണിയാകുമ്പോഴേ 24 hours ഫാസ്റ്റിംഗ് ഫിനിഷ് ആകത്തുള്ളൂ. സോ അതുവരെ വെള്ളം, സപ്ലിമെൻറ്റ്സ് മീൻസ് ക്രിയാറ്റിൻ, കോഫി അതുപോലത്തെ എന്തെങ്കിലും മാത്രമേ ഡ്രിങ്ക് ചെയ്യത്തുള്ളൂ. അല്ലാതെ വേറെ ഒന്നും കഴിയത്തില്ല. വർക്കൗട്ട് ടൈമായി. മിക്കപ്പോഴും ട്രെയിനിങ് സെക്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യും. ഈ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പിന്നെ ഫാസ്റ്റിങ്ങിലായിരിക്കും മിക്ക ദിവസം വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 5 to 6 minutes ഞാൻ ലൈറ്റായിട്ട് ഒരു വാമപ്പ് സെക്ഷനിൽ ഞാൻ കാർഡിയോ ചെയ്യാറുണ്ട്. ലൈറ്റായിട്ട് വാക്കിംഗ് അല്ലെങ്കിൽ സൈക്ലിങ്ങോ അങ്ങനെ എന്തെങ്കിലും കാർഡിയോ ചെയ്യാറുണ്ട്. സോ എൻ്റെ വർക്കൗട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വേണുഗോപാൽ സാറാണ്, ബെലറിലെ ഓണറാണ്. ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഐസോമാട്രിക് വർക്കൗട്ട് ആണ് ഇപ്പോൾ ചെയ്യുന്നത്. ട്രിവാൻഡ്രത്തുള്ള എല്ലാവർക്കും സാറിൻ്റെ പേരറിയായിരിക്കും. എൻ്റെ ട്രെയിനറും കൂടെയാണ് ഇപ്പോഴത്തെ. സോ സാറും കൂടെ ഹെൽപ്പ് ചെയ്തിട്ടാണ് ഞാൻ 80 നിന്ന് വീണ്ടും 6 കിലോ ഡ്രോപ്പ് ചെയ്തത്. ഇപ്പോൾ 74 കിലോയിലോട്ട് എത്തിയത്. സാർ തന്നെയാണ് എല്ലാ ദിവസവും ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് മോർണിംഗിൽ. ഇത് സാറിൻ്റെ തന്നെ വൺ ഓഫ് ദ ഗ്രേറ്റ് വർക്കൗട്ടാണ് എയറോബിക്സ് 15/2. ബെലേറിൽ വന്ന എല്ലാവർക്കും ഈ വർക്കൗട്ടിനെ കുറിച്ച് അറിയായിരിക്കും. എസ്പിയിലെ ശിഷ്യനെ കാണിച്ചു തരാം. ഋഷി വർക്കൗട്ടൊക്കെ കഴിഞ്ഞു. ഇനി ക്രിയാറ്റിൻ കഴിക്കണം. അത് കഴിഞ്ഞ് ഹെയറൊന്ന് കട്ട് ചെയ്യാൻ, ഹെയറല്ല ട്രിം ചെയ്യാൻ പോകണം. ബിയർഡ് ഹെയർ കട്ട് ചെയ്യുന്നില്ല, ഹെയർ വളർത്താൻ പോയാൽ അതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം, നിങ്ങൾ ഫാസ്റ്റ് ലൈഫാണ് എന്നുള്ള ആവശ്യമുണ്ടെങ്കിൽ മാത്രം വേ പ്രോട്ടീൻ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക. സോ ക്രിയാറ്റിൻ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഞാൻ ക്രിയാറ്റിൻ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഞാൻ 24 hours ഫാസ്റ്റിംഗ് ആയതുകൊണ്ട് കോഫിയും ഇടയ്ക്ക് കുടിക്കാൻ പ്ലാനുണ്ട്. സോ ബ്രേക്ക് രാവിലെ ഒരു കോഫി കുടിച്ചിട്ടുണ്ട്. വിത്തൗട്ട് ഷുഗറാണ്. ഷുഗർ ഉപയോഗിക്കല് പ്ലാൻ കോഫി ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. കുറച്ച് എനർജി ബൂസ്റ്റ് ചെയ്യും. ഇലക്ട്രോലൈറ്റ്സ് നല്ലതാണ്. സോ ഇലക്ട്രോലൈറ്റ്സ് കുടിക്കുക. പിന്നെ ഫാസ്റ്റിംഗ് എടുക്കുന്നത് ശ്രദ്ധിക്കുക. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് 16 hours, 18 hours, 19 hours, 20 hours ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കുന്നുണ്ട്. ഡെയിലി എല്ലാ ദിവസവും ഞാനൊരു 12 to 14 hours ഫാസ്റ്റിങ്ങിലാണ്. സോ ഞാനിപ്പം സെക്കൻഡ് ടൈമാണ് ഞാനിത് ട്രൈ ചെയ്യുന്നത് 24 hours. സോ എനിക്കിത് എക്സ്പീരിയൻസ്ഡ് ആണ്. ഞാൻ 20 hours ഫാസ്റ്റിംഗ് ഒക്കെ വീക്കിലൊക്കെ ചെയ്യാറുണ്ട്. ചില ദിവസങ്ങളിൽ 16 hours ഒക്കെ മിനിമം ചെയ്യാറുണ്ട്. സോ ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് 24 hours. സോ സ്റ്റേ ട്യൂൺ. ഓക്കെ. കഴിഞ്ഞിട്ട് നൈറ്റ് ഒരു 9 o'clock ശേഷം എനിക്ക് കുക്ക് ചെയ്താൽ മതി. കാരണം ഒരു 11 o'clock ഞാൻ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന iPhone 13 വോയിസ് ആയാലും ക്യാമറ ആയാലും പറ്റുന്ന ക്വാളിറ്റിയാണ് ഞാൻ ചെയ്യുന്നത്. സോ ഇടയ്ക്കൊരു വീഡിയോയിലുണ്ടായിരുന്നു ക്വാളിറ്റി കുറവാണെന്നൊക്കെ പറഞ്ഞു. ഐ എം ട്രൈങ് ടു മൈ ബെസ്റ്റ് ക്വാളിറ്റി. കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊന്നും എനിക്ക് വലിയ വരുമാനമൊന്നും കിട്ടി തുടങ്ങിയില്ല. വരുമാനം കിട്ടുമ്പോൾ ഞാൻ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങും. ഈ ഒരു മൈക്കാണ് എൻ്റെ ഇരിപ്പുള്ളത്. കുറേ 2-3 വർഷമായി ഇത് മേടിച്ചിട്ട്. നമുക്ക് കുഴപ്പമില്ല. പണ്ട് വ്ളോഗ് ചെയ്തിരുന്ന സെയിം മൈക്കാണ്. സോ കുറച്ച് നാളെ നമുക്കിത് ചെയ്യാം. ഇതുപോലത്തെ ഒരു സൈക്കിള് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ആദ്യം ഒരു സൈക്കിളായിട്ട് പഠിച്ചത് ഇതിലായിരുന്നു. മെൻ്റലിസ്റ്റ് അശ്വതി. ഫുഡ് എങ്ങനെയുണ്ട്? അങ്ങനെ കുറേ നാൾക്ക് ശേഷം മലയാളി മുടി വെട്ടി. അല്ലെങ്കിൽ വല്ല ഹിന്ദിക്കാരന്മാർ പയ്യ. ഇതൊരു വെയിൽ
കുറേ ഇടത്തൊക്കെ പോയിട്ട് വന്നു. കുറച്ച് എനർജി ലോസ് ഉള്ള പോലെ ഫീൽ ചെയ്യുന്നു. ഞാൻ ഒരു ചെറിയൊരു സിംഗിൾ കോഫി കുടിക്കുകയാണ്. ഓക്കെ, പിന്നെ ഈ സാഷയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ജസ്റ്റ് 2 rupees ഉള്ളി. കുറച്ച് ക്വാണ്ടിറ്റിയും കൂടുതലാണ്. മിക്ക ദിവസം ഈ സാഷയൊക്കെ തന്നെ ഉപയോഗിക്കുന്നത്. ഇപ്പം ഏകദേശം എത്ര 14-15 മണിക്കൂർ ആവാറായി. എന്നിട്ട് മടക്കൂല വെക്കുന്ന സാധനം 21 hours കഴിയാറായി. അപ്പോൾ ഫാസ്റ്റിംഗ് കട്ടിയേണ്ട ശ്രദ്ധയ്ക്ക് നല്ല ഫാറ്റും കാർബ്സും ഗുഡ് പ്രോട്ടീനൊക്കെ കഴിച്ച് വേണം നിങ്ങൾ ഫാസ്റ്റിംഗ് കട്ട് ചെയ്യാൻ. അപ്പോൾ ഇതിലുള്ള ബാക്കിയുള്ള വീഡിയോസ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് നാളത്തെ വീഡിയോയിലിടും. ബൈ, ഗുഡ് നൈറ്റ്.